ഏതോ ജോലി ധൃതി പിടിച്ച് ചെയ്യായിരുന്നു പാർവണ. ഡി എന്ന് വിളിക്കുന്നത് കേട്ടാണ് സിസ്റ്റത്തിൽ നിന്നും തലപൊക്കി നോക്കിയത്. പുച്ഛത്തോടെയുള്ള ചിരി സമ്മാനിച്ച് ഗായത്രി മുന്നിൽ നിൽക്കുന്നുണ്ട്. നാളെ നാളെ എൻ്റെയും ധ്രുവിൻ്റെയും കല്യാണമാണ്. ആര് വന്നില്ലെങ്കിലും നീ വരണം കേട്ടോടി എന്ന് പറഞ്ഞ് നഗടുന്നവളെ നിർവികാരമായി നോക്കി നിന്നു പാർവണ. ഫോൺ എടുത്തപ്പോൾ കേട്ടത് രണ്ട് വാക്ക് മാത്രം. പാർവണ ഒന്ന് വരൂ. 2 നിമിഷം ഫോണും പിടിച്ച് ആ നിൽപ്പ് നിന്നു. പിന്നെ ലതിക ചേച്ചി മുന്നിൽ നിന്ന് വിരലിനൊടിച്ചപ്പോൾ മെല്ലെ ഉണർന്നു. ഒരു വിളറിയ ചിരി അവർക്ക് സമ്മാനിച്ച് ധ്രുവിൻ്റെ ക്യാബിനിലേക്ക് നടന്നെടുത്തു. നേരത്തെ ഗായത്രി പറഞ്ഞതായിരുന്ന മനസ്സിൽ മുഴുവൻ കഴുത്തിൽ കിടന്ന താലി മുറുക്കി പിടിച്ചു. എന്തിനാ ശ്രീയേട്ട എന്നോടിങ്ങനെ? പ്രാണൻ പോലെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടും മിഴികൾ നിറഞ്ഞെങ്കിലും മനസ്സിലൊരു തീരുമാനം ഉരുത്തിരിഞ്ഞു. തോറ്റുപോയ പെണ്ണിന് ചവിട്ടിത്തേക്കപ്പെട്ട മനസ്സിന് ഇത്തിരി ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം വാതിൽ അനുവാദം ചോദിച്ച് തുറന്ന് അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു കസരയിൽ ചിരിയോടെ ഇരിക്കുന്ന ധ്രുവിനെ. തൻ്റെ നേരെ പുച്ഛിച്ച് ചിരിക്കും പോലെ അവൾക്ക് തോന്നി. വരണം പാർവണ. നിലത്തൂന്നിയ മിഴികൾ പതിയെ അയാൾക്ക് നേരെ നീണ്ടു. കരയാതിരിക്കാൻ നിശ്ചയിച്ചിരുന്നു. എന്നാലും ഏറെ പണിപ്പെട്ടു. അറിഞ്ഞിരിക്കുമല്ലോ, നാളെ എൻ്റെ വിവാഹമാണ്. എൻ്റെ ഇഷ്ടത്തിനൊത്ത് പണി കഴിപ്പിച്ച എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ മനസ്സിലെ പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടാൻ പോവാ. നീ വരണം, നീ കാണണം. നിൻ്റെ മുന്നിൽ വെച്ച് വേണം എല്ലാം. അതെൻ്റെ ഒരു വാശിയാ. തറപ്പിച്ചവൻ അത് പറഞ്ഞപ്പോൾ കേട്ടു മൃദുവെങ്കിലും ദൃഢമായ അവളുടെ സ്വരം. ഞാൻ വരും. ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ഞും. എനിക്ക് ഞാനേ ഉള്ളൂ എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാൻ ഞാൻ വരും. ഇനിയും കരഞ്ഞ് തളരാതിരിക്കാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ വരും. മുന്നോട്ട് ജീവിക്കാൻ പ്രചോദനത്തിനായി ഞാൻ വരും. അവളുടെ കണ്ണിലെ അഗ്നിയെ ഒരു നിമിഷം പകച്ചു നോക്കി ധ്രുവ്. വലത് കൈയിൽ ചുരുട്ടിപ്പിടിച്ച എന്തോ തൻ്റെ നേർക്ക് നീട്ടിയത് കണ്ട് അതിലേക്ക് നോക്കി. മെല്ലെ അവൾ കൈയൊന്ന് വിടർത്തിയപ്പോൾ അതിൽ നിന്ന് തൂങ്ങിയാടി പണ്ട് ധ്രുവ് ചാർത്തി കൊടുത്ത താലി. ഇതെൻ്റെ വിവാഹ സമ്മാനം. ഒരിക്കൽ ഹൃദയത്തിലാണ് ഞാനിത് അണിഞ്ഞത്. എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും പിടിച്ചു നിന്നത് ഇതിൻ്റെ ബലത്തിലാണ്. ഇപ്പോൾ ഇത് തന്നെ വല്ലാതെ പൊള്ളിക്കുന്നു. ഇനി വയ്യ. നാളെ തിരക്കിൽ തരാൻ പറ്റിയില്ലെങ്കിലോ? ഇതാ എന്നു പറഞ്ഞവൾ അതാ മേശപ്പുറത്ത് വെക്കുമ്പോൾ 4 മിഴികൾ ഒരുമിച്ച് ഈറനണിഞ്ഞിരുന്നു. തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ ആ പെണ്ണിൻ്റെ ഹൃദയം മുറിഞ്ഞ് ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. മുന്നിലിരുന്ന മഞ്ഞച്ചരടിൽ കോർത്ത കൂവളത്താലി കയ്യിലെടുത്തു ധ്രുവ്. വിറക്കുന്ന കൈയിനൊപ്പം താലിയെ നൃത്തം ചവിട്ടുന്നുണ്ടായിരുന്നു. അവളുടെ നെഞ്ചിലെ ചൂട് ഇപ്പോഴും ആ താലിയിൽ തങ്ങി നിൽക്കുന്ന പോലെ ചുണ്ടോട് ചേർത്തു അവനത്. നീ ഇത് എവിടാ പാറു നേരത്തെ പോയേ? കാത്തു നിൽക്കാതെ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിരുന്നു പാർവണ. അതറിഞ്ഞ് വേഗം വീട്ടിലെത്തി ജെനി. പക്ഷെ വീട്ടിൽ അവളെ കാണാതെ ഭയപ്പെട്ടു. കുറേ നേരമായി എല്ലാവരോടും കണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവൾ കയറി വന്നത്, കയ്യിലൊരു കവറും പിടിച്ച്. ചോദിച്ചത് കേട്ടില്ലേ പാറു? നീ എവിടെയായിരുന്നു എന്ന്? നാളെ എൻ്റെ കുഞ്ചൂസിൻ്റെ അച്ഛൻ്റെ കല്യാണമല്ലേടി. നല്ലൊരു കുപ്പായം വാങ്ങാൻ പോയതാ എൻ്റെ കുഞ്ഞിന്. അവനും ആഘോഷിക്കട്ടെടി. മുഖത്ത് വരുത്തിയ ഒരു ചിത്രയോടെ അവളത് പറഞ്ഞപ്പോൾ ജെനി അറിയുന്നുണ്ടായിരുന്നു ആ ഉള്ളിലെ പിടച്ചിൽ. കർത്താവെ, ഇനി ആ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് അനയിക്കല്ലേ എന്ന് മെഴുകുതിരി കത്തിച്ച് ജെനി പ്രാർത്ഥിക്കുമ്പോൾ അന്നമ്മച്ചേർത്തിയും കൂടെ കൂടിയിരുന്നു. എൻ്റെ കുഞ്ചൂസിന് ഇത് നന്നായി ചേരും. മിഴിനിറച്ച് ആ പെണ്ണത് കുഞ്ഞിനോട് പറയുമ്പോൾ പുതിയ ഡ്രസ്സിൻ്റെ തൂങ്ങിക്കിടക്കുന്ന പ്രൈസ് ടാഗ് വായിലേക്ക് ഇടാൻ പെടാപ്പാട് പെടുകയായിരുന്നു കുഞ്ചൂസ്. നമുക്ക് പോണ്ടിട നാളെ. കാണണ്ടേ ആ കാഴ്ച? വേണം. ഇല്ലെങ്കിൽ അമ്മ പിന്നെയും കാത്തിരിക്കും അയാളെ. നമ്മളെ വേണ്ടാത്ത അയാളെ. എല്ലാം കണ്ട് സ്വയം പറഞ്ഞ് പഠിക്കണം നമുക്ക്, നമ്മളെ ഉള്ളൂ എന്ന്. തൊണ്ടക്കുഴിയിൽ വാക്കുകൾ തങ്ങി നിന്നെങ്കിലും മിഴികളിൽ ഹൃദയത്തിൻ്റെ രക്തം തുലാവർഷ പെയ്ത് നടത്തിയെങ്കിലും അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു ആ പെണ്ണ്. ഒന്നും അറിയാതെ തന്നെ നോക്കി ചിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് അവളുടെ ഉള്ളു വീണ്ടും നേറി. ഈ പ്രായ കുഞ്ചൂസെ നല്ലത്. ഒന്നും അറിയാണ്ട് കാണാണ്ടുള്ള ഈ പ്രായം. മമ്മയുടെ മാലയിട്ട ഫോട്ടോ കയ്യിലെടുത്ത് അതിലേക്ക് മിഴുന്നിട്ടിരിക്കുകയായിരുന്നു ഗായത്രി. ഫോൺ എടുത്ത് ഒരു തവണ കൂടി പപ്പയുടെ നമ്പറിൽ വിളിച്ചു. ഇത്തവണ പക്ഷെ റിങ് ചെയ്തു. മറുതലത്തിൽ നിന്നും കേട്ടു പപ്പയുടെ ഗായുട്ട എന്ന വിളി. പപ്പ, നാളെയാ പപ്പ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടി ഗായത്രി മോഹിച്ചോ അതെല്ലാം നാളെ നേടിയെടുക്കും. എൻ്റെ കഴുത്തിൽ ശ്രീ ധ്രുവ് മാധവ് താലി കിട്ടും. കൺഗ്രാറ്റ്സ് ഗായുട്ട. പപ്പാക്ക് വരാൻ കഴിയില്ല, എന്നാലും പപ്പയുടെ മനസ്സ് എൻ്റെ കുഞ്ഞിനൊപ്പം ഉണ്ടാകും. ഇപ്പം ധ്രുവിനെ പോലെ ഒരാളുടെ സഹായം വേണം ഗായു. പപ്പ ആകെ തകർന്നുപോയി. മാധവൻ്റെ എല്ലാം അവൻ്റെ പാർട്ട്ണറിലൂടെ ചതിച്ചു നേടി. എന്നിട്ട് എന്തേ ഒക്കെ കൈവിട്ട് പോവാ ഗായു. എല്ലാം നഷ്ടപ്പെട്ടവനായി പപ്പ. അറിയാം പപ്പ. പപ്പക്ക് കൂടി വേണ്ടിയാ ഗായത്രി എല്ലാം ചെയ്തത്. ധ്രുവ് അവനൊരു ബുദ്ധിരാക്ഷണ പപ്പ. നഷ്ടപ്പെട്ടത് ഞൊടിയുടെ നേടിയെടുക്കാൻ കഴിവുറ്റവൻ. അവൻ കൂടെയുള്ളപ്പോൾ എന്തിനാ ഇനി പപ്പയ്ക്ക് ഭയം? ഓക്കെ പപ്പ, ഇനി നാളെ വിളിക്കാം. ഫോൺ കട്ട് ചെയ്തപ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ധ്രുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഗായത്രി. മനസ്സ് പട്ടം കണക്കി പാറി കളിക്കുന്നു. സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അവൾ ആ ഫോട്ടോയിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഒരു ഭ്രാന്തിയെ പോലെ. എത്ര ഒരുങ്ങിയിട്ടും മതി വരാഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ ഒന്നുകൂടി ചെന്നു നിന്നു ഗായത്രി. സ്വയം കണ്ണാടിയിൽ തെളിഞ്ഞ് തൻ്റെ പ്രതിബിംബത്തിൽ നോക്കി.
തിരിഞ്ഞ് ഒരുക്കി തന്നവളോട് കണ്ണുകൊണ്ട് കൊള്ളാമെന്ന് കാട്ടി. കൂടെ ഇറങ്ങാൻ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സ് മുഴുവൻ ധ്രുവനൊപ്പമായിരുന്നു. കാറിൽ കയറിയപ്പോഴും മനസ്സ് കുതിച്ച് മുന്നിൽ പോയിക്കൊണ്ടിരുന്നു. ഒരു പച്ചക്കറിയുള്ള മുണ്ടും നേരിയതുമുടുത്ത് പാർവണ ഒരു കുഞ്ഞു പൊട്ടും കുത്തി. അത്രയും മതിയായിരുന്നു ആ മുഖത്തിന്. പക്ഷെ വിടർന്ന ചിന്താമര കണ്ണുകളിൽ മാത്രം വിഷാദം മുറ്റിനിന്നു. അവ നിറയാതിരിക്കാൻ മുഖത്തൊരു ഗൗരവത്തിൻ്റെ മുഖംമൂടിയും ധരിച്ചു അവൾ. കുഞ്ഞിനെയും ഒരുക്കി ജനിക്കരികിലെത്തി. പോകാം എന്ന് പറഞ്ഞ് മുന്നിൽ വന്നവളെ നോക്കി നോവോടെ ജിനി തലയാട്ടി. അന്നമ്മ ചേട്ടത്തെയും കൂട്ടി രാജൻ ചേട്ടൻ്റെ കാറിൽ അവർ മെല്ലെ നീങ്ങി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.